സി വി പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഓട്ടോമാറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതികളുണ്ടോ? അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് റിക്രൂട്ടർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും വരിക. നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെങ്ങനെയായിരിക്കണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു, ഞാനിത് രാജിവെച്ചിട്ട് ഇപ്പം ഞാനിറങ്ങി പ്രോഗ്രാമർ ആയിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബാഡ് സ്ട്രാറ്റജി. ഇപ്പോൾ എൻട്രിയിലത്തെ സ്റ്റുഡൻ്റ് എടുക്കുകയാണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ലൈക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പോലും നോൺ സി എസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നല്ലൊരു ജോബ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ആഡ് ഓൺ പോയിന്റിൽ വെച്ചാൽ ദേ വർ റിയലി ലൈക്ക് കീൻ ടു ഡു ദിസ് എന്നുള്ളതാണ്. ഒരുപാട് എക്സ്ട്രാ പ്രൊജക്ട്സ് ചെയ്തിട്ട് മറ്റേ ഗിറ്റപ്പ് പ്രൊഫൈലൊക്കെ നോക്കി ഒരുപാട് കമ്മിറ്റ്സ് ഒക്കെ ഉള്ളവരാണ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണ് പലപ്പോഴും ഈ പ്രോഗ്രസ്സിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഡിഗ്രിക്കൊക്കെയുള്ള അക്കാഡമിക് പ്രൊജക്ട്സ് ഇപ്പോൾ പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു പ്രവണതയുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഗവൺമെൻറ്റിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യുബേറ്റ് ചെയ്ത 6000-ലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. അവരിൽ പല ആൾക്കാരും റിസോഴ്സിനെ ഹയർ ചെയ്യാൻ കാശിലിട്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റുഡൻസിന് പോയിട്ട് വേണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ പൈത്തൺ ഡെവലപ്പറിനോ അല്ലെങ്കിൽ ജാവ ഡെവലപ്പറിനോ അറിയാതെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന് ഉള്ള ഇതിൽ പഠിക്കുക. In general, like what will be your advices? I think we talked about many things. In general, like ഒരു ഐ ടി ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരാൾ ഇൻറ്റേൺഷിപ്പ് ഓർ ഫസ്റ്റ് ജോബ് ഓർ നെറ്റ്വർക്കിംഗ് ഓർ വിത്ത് ദ കറൻറ്റ് സിനാരിയോ ഓഫ് ലൈക്ക് AGI ടേക്കിംഗ് ഓർ മൾട്ടിപ്പിൾ ജോബ്സ്, what will be your advices to these new learners, new students? കണ്ടിന്യൂസ് ലേണിംഗ് അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോഴത്തേക്കും അതിനെ പേടിച്ച് നിൽക്കാതെ അതിനെ എംബ്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ കൂടുതൽ ഹാർഡസ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഇപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരോടെ വർക്ക് ചെയ്യുക, കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ടെക്നോളജി വരുന്ന സമയത്തേക്ക് അതിനെ അപ്പം എംബ്രേസ് ചെയ്യുക. അല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അതിൽ എക്സ്പെർട്ട് ആവാനുള്ളൊരു സമയം നിങ്ങൾക്ക് നഷ്ടമായി പോകും. ഓക്കെ, പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ലേൺ ചെയ്യുക. അതിനെ യൂസ് ചെയ്യാൻ നോക്കുക പെട്ടെന്ന് തന്നെ. അതിൽ നിന്ന് മാറി നിൽക്കരുത്. അതാണ് ചെയ്യാൻ പറ്റുക. മൂവ് ചെയ്യുന്ന പേസിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ്ഡ് ആവും. ഇറ്റ്സ് ഒബ്വിയസ് ഐ ഗസ്. അപ്പം ഒരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ AI-ൻ്റെ ഒരു പേസ് വന്നതുകൊണ്ട് പറഞ്ഞാണ്. ലൈക്ക് റൈറ്റ് നൗ ദ ഗ്ലോബൽ ഇക്വേഷൻ ഈസ് ലൈക്ക് US വേഴ്സസ് ചൈന എന്നുള്ളൊരു ഗ്ലോബൽ ഇക്വേഷനാണ്. വെർ ഡു യു സീ ഇന്ത്യ ഗോയിങ്? ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റിയാണ്. സോ വി ഹാവ് ദ ഹ്യൂമൻ റിസോഴ്സസ്, ബട്ട് നമുക്ക് ഈ റിസർച്ച് അല്ലെങ്കിൽ ഇതിന് ഈ ഡീപ് സീക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഫൗണ്ടേഷണൽ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ഇൻ US അവിടെ അവരുടെ VC ഫേംസും അവരുടെ ഫിനാൻസ് ക്യാപിറ്റലും കൊടുക്കും. ഇൻ ചൈന അവിടുത്തെ ഗവൺമെൻറ് ഇത് കൊടുക്കും. ബട്ട് ചൈന US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ യൂണിയൻ ബജറ്റിൽ റിസർച്ചിനായിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. ആൻഡ് നല്ല for research, I think the education budget is like even like very fractional of like what US and China is doing. So അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ടോപ്പ് ബ്രെയിൻസ് വിൽ നോട്ട് സ്റ്റേ ഹിയർ. നല്ല ബ്രെയിനുള്ള ആൾക്കാർ ഇവിടെ നിന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫൗണ്ടേഷൻ മോഡൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈമറിലി ഒരു കൺസ്യൂമർ, ഈ AI ടെക്നോളജീസിൻ്റെ ഒരു കൺസ്യൂമർ സംഭവം അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെയർ പോലൊരു സംഭവം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ ദ ലോങ് ടേം that will create a dependence problem. Right. Yeah. But we can do, like we have done this in the case of ISRO. നമ്മൾക്ക് US ഈ റോക്കറ്റിൻ്റെ ടെക്നോളജി നമുക്ക് തരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇവിടെ. സോ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അതിന് ഒരു സെപ്പറേറ്റ് AI അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി വേണം. അതിന് നല്ല രീതിയിൽ റിസർച്ച് ഫണ്ടിങ് വേണം. ഈ നല്ല റിസർച്ചിന് നല്ല സാലറി കൊടുത്ത് ഇവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വേണം. ഇതൊക്കെ ഉണ്ടായാലേ നമുക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബട്ട് അതിന് പ്രൈമറി ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ബജറ്റിൽ എഡ്യൂക്കേഷനുള്ള ഫണ്ടിങ് കൂട്ടുക, നമ്മുടെ സ്റ്റേറ്റ് ബജറ്റിലും ഇത്തരത്തിലുള്ള ഈ AI-യുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ റിസർച്ച് സംഭവങ്ങൾക്കുള്ള പ്രൊപ്പോർഷനായിട്ടായിട്ട് കൂട്ടുക, മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൂട്ടുക. അപ്പോൾ നമ്മുടെ മറ്റേ AGI-ൻ്റെ ഒരു സ്പീഡ് വരുമ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ടോണി ഇപ്പോൾ കാണുന്നതിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ജോബ് സീക്കർ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? സേ റെസ്യൂമെ വൈസ് ഓർ ലിങ്ക്ഡിൻ എന്തൊക്കെയാണ് യൂഷ്വലി കാണാൻ പറ്റുന്നത്? ഫസ്റ്റ് തിങ്, ഒന്ന് റെസ്യൂമയുടെ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഓരോരോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, റെസ്യൂമെ വളരെ അൺപ്രൊഫഷണലായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ബേസിക് സാധനങ്ങൾ മാത്രം വെച്ച് കൊടുക്കുക. അത് ഈ കമ്പനിയുടെ ഇതിൽ വെച്ച് കസ്റ്റമൈസ് ചെയ്തിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഇ-കൊമേഴ്സ് കമ്പനിയിലേക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് ഇ-കൊമേഴ്സിന് കസ്റ്റമൈസ് ചെയ്യണം, അല്ലെങ്കിൽ
പക്ഷേ നിങ്ങളൊരു IT സർവീസസ് ആണെങ്കിൽ ആ രീതിയിൽ എല്ലാത്തിനും കൂടി ഒരു ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കേസാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക, ഓരോ കമ്പനിക്കും ഓരോ ജോലിക്കും വേണ്ടിയിട്ടുള്ള സംഭവത്തിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് റെസ്യൂംസ് യൂസ് ചെയ്യണം. ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു 100 ഒരു സെയിൽസ് പ്രോസസ്സ് പോലെ കാണണം എന്ന് പറഞ്ഞു. ഒരു 100 കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്താലായിരിക്കും മേ ബി ലൈക്ക് നമ്മൾക്ക് ഒരു 30 ഇൻ്റർവ്യൂ കോൾസ് വരുന്നത്, അതിൽ തന്നെ ഷോർട്ട് ലിസ്റ്റിംഗ് ഒക്കെ വരും. അപ്പോൾ ഈ 100 കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡൊമൈൻസുള്ള കമ്പനീസ് ആയിരിക്കും. അപ്പോൾ ഈ CV പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഓട്ടോമാറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ, രീതികളുണ്ടോ? അത് ഞാൻ പറയാം, ഓട്ടോമേറ്റ് ചെയ്യുന്നതിൽ നല്ലത് നമ്മൾ ലൈക്ക് മാനുവലി ഇരുന്ന് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇപ്പം ഈ പ്രത്യേകിച്ച് ജെൻസി സ്റ്റുഡൻസിന്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനം ChatGPT കൊടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. കാരണം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരായിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അത് വായിക്കാനുള്ള മൂഡ് പോകും. അതാണ് ഒരു പ്രശ്നം. സോ ലൈക്ക് അവർ തന്നെ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരതിനകത്ത് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, റൈറ്റ്? സോ അവരെ കമ്പനിയെ റിസർച്ച് ചെയ്തു, കമ്പനിയുടെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അങ്ങനെ അത് എൻ്റെ ഒരു സൊല്യൂഷൻ പോലെ നമ്മളുടെ റെസ്യൂമിലെ സാധനം ആഡ് ചെയ്തു. അതൊക്കെ നമ്മളൊരു നമ്പർ ഓഫ് ടൈംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കുറച്ച് ഐഡിയാസ് വരും. അതായത് AI തോന്നാത്ത ഐഡിയാസ് നമുക്ക് കിട്ടും, റൈറ്റ്? സോ ആ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ CV അല്ലാതെ വേറെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ്? പിന്നെ CVയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. ഒന്ന്, പ്രൊഫഷണൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്, ഒരു ചെക്കൻ്റെ റെസ്യൂമിക്കകത്തുള്ള ഇമെയിൽ അഡ്രസ്സ് ഇഷാസ് ലവർ ഫോർ എവർ എന്നായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇമെയിൽസ് യൂസ് ചെയ്യുക, ലൈക്ക് ഇത് വളരെ അൺപ്രൊഫഷണൽ ആണ്. ഓക്കെ, പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അവൻ്റെ ഇൻട്രസ്റ്റുകൾ പറയാൻ വേണ്ടി 1, 2, 3 ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം കൊടുക്കുക, വേറെ കോൺടെക്സ്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അവിടെ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ച് ചെയ്യണം. അത് ക്യാൻവ പോലുള്ള ടൂളുകളുടെ നന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഒരു കാര്യം. പിന്നെ ഇല്ലാത്ത സ്കില്ലുണ്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതെനിക്കൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുള്ളത് പറഞ്ഞാൽ മതി. അത് കാരണം എക്സ്പീരിയൻസ്ഡ് ഉള്ള റിക്രൂട്ടർ ആണെങ്കിൽ ആദ്യത്തെ മിനിറ്റ് തന്നെ നിങ്ങളെ മനസ്സിലാക്കി എടുക്കും. അപ്പോൾ ഇല്ലാത്ത പറയുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇതൊക്കെയാണ് റെസ്യൂമേൽ സാധാരണ വരുന്ന മിസ്റ്റേക്കുകൾ. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് സെയിൽസ് റോളിലൊക്കെ ആയിരിക്കും, പക്ഷേ സ്കിൽ സെറ്റുള്ളത് വേറെ, ഡോക്യുമെൻറ്റേഷനും അങ്ങനത്തെ ഒക്കെ ഇതാണ്. അതായത് അപ്ലൈ ചെയ്യുന്ന റോള് വേറെ, റെസ്യൂമ് തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച്. പിന്നെ വേറെ CV കഴിഞ്ഞ് നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഇന്റർവ്യൂലാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് റിക്രൂട്ടർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും വരും ഇന്റർവ്യൂവിൽ. ഓക്കെ, 2, നിങ്ങളോട് ചോദിക്കുന്ന കാര്യത്തിന് ഉള്ളത് പറയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ എക്സാജറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR മനസ്സിലാവും. അപ്പോൾ അൺറിലയബിൾ ആയിട്ടുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർ എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഇന്റർവ്യൂവിൽ തകർത്ത് മറിച്ചു, പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല, അത് HR എന്തോ പ്രശ്നമാണ്, എന്തോ ബയാസ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതായിരിക്കില്ല, നിങ്ങളുടെ ഈ എക്സാജറേഷൻ ആയിരിക്കും പലപ്പോഴും കാരണം. പിന്നെ അതിലൊരു ആഡ് ഓൺ പോയിന്റ് ഉള്ളത്, അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നമ്പേഴ്സൊക്കെ ചോദിക്കുമ്പോൾ, സെയിൽസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്പേഴ്സൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് മോഡലൊക്കെ പോയാൽ അവിടെ റിജക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കും ഉത്തരം തരുന്നത്. അതറിയില്ലെന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഡിസെപ്റ്റീവായിട്ട് പോകുന്ന സമയത്ത് അത് വലിയ പ്രയാസം ഉണ്ടാക്കും റിക്രൂട്ടർക്ക്. അത് അങ്ങനെയുള്ള ആൾക്കാരെ ഹയർ ചെയ്യില്ല. സോ യൂഷ്വലി ഇൻ്റർവ്യൂകളിൽ നടക്കുന്നത് സെലക്ഷനല്ല, റിജക്ഷനാണ്. ഇപ്പോൾ 1000 പേര് അപ്ലൈ ചെയ്തു, അതിൽ 500 പേരുടെ റെസ്യൂം നല്ലല്ല, അവരെ തട്ടി. ബാക്കിയുള്ള 500-ൻ്റെ അകത്ത് നിന്ന് 200 പേർക്ക് ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഡിഗ്രി ഇല്ല, അവരെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി അവസാനം കിട്ടുന്ന ഒരാൾ അങ്ങനെ എടുക്കുക ചെയ്തു. അവിടെ ഒരു റിജക്ഷൻ പ്രോസസ്സാണ് നടക്കുക, സെലക്ഷൻ പ്രോസസ്സ് അല്ല. ഇപ്പോൾ പല കാൻഡിഡേറ്റ്സിനും അറിയാത്തൊരു സംഭവമാണെന്ന് അവർ വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒറ്റ നല്ലൊരുത്തിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, റിജക്ഷൻ പ്രോസസ്സാണ്. അവിടെയും സ്കില്ല് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ജോബിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമർ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളുടെ മറ്റ് സ്കില്ലുകൾ, കൊളാബറേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ CV-യുടെ മിസ്റ്റേക്സ് പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ മിസ്റ്റേക്സ് പറഞ്ഞു, പിന്നെ വേറെ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രേ ആൻഡ് പ്രേ മെത്തേഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ സംസാരിച്ചത്, ഇപ്പോൾ 100 കമ്പനീസ് ആണെങ്കിൽ 100 കമ്പനീസ് റാൻഡംലി അപ്ലൈ ചെയ്യുന്നതല്ല, റിസർച്ച് ചെയ്ത്, അതാണ് ഉദ്ദേശം. റിസർച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം.
ഓക്കെ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ചിലപ്പോൾ ആദ്യത്തെ ഒരു 10 നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലായിരിക്കും, പക്ഷേ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ആൻഡ് വൺ മോർ തിങ്, ട്രൈ അൺകൺവെൻഷണൽ മെത്തേഡ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇൻറ്റേണായിട്ട് ജോലി ചെയ്തൊരു സഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു, ഡൽഹിക്കാരിയാണ്. അപ്പോൾ അവൾ മാർക്കറ്റിങ്ങിലുണ്ടായിരുന്നു, ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അപ്പോൾ ഇവൾക്ക് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടണം. അപ്പോൾ ഇവളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തത്? മാർക്കറ്റിംഗിൽ. സോ ഇവൾ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾക്ക് ഒരു കൺസ്യൂമർ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യണം. സോ ഫെയർ ആൻഡ് ലവ്ലിനെ റീബ്രാൻഡ് ചെയ്യുന്നൊരു സംഭവം അതൊരു വീഡിയോ ആക്കിയിട്ട്, ഞാൻ ലൈക്ക് അതിൻ്റെ വീഡിയോ കുറച്ച് കാണിച്ചു തരാം. അതൊരു വീഡിയോ ആക്കിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തു, സി ദിസ് ഇസ് വാട്ട് ഐ വുഡ് ഡു എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി, ലിങ്ക്ഡിനിലും ഇവിടെയൊക്കെ ഇട്ടു, റീച്ച് കിട്ടി. ആൻഡ് എച്ച് ആർ ആൾക്കാർ അവളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലാസ്റ്റ് മീഷോ അവൾക്ക് നല്ലൊരു ഓഫർ കൊടുത്തു, റിയലി ഗുഡ് ഓഫർ. ഓക്കെ, സോ കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ എന്താണ്, ഒരു ഷോർട്ട് കട്ടാണ് പലപ്പോഴും. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്നുള്ളൊരു സബ് ക്വസ്റ്റ്യൻ ആണ് ടോണി. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു റിക്രൂട്ടേഴ്സ് ഒരു 1000 ആപ്ലിക്കേഷൻസ് കിട്ടിയാൽ 500 CV വെച്ച് റിജക്റ്റ് ചെയ്യും, 200 ഒരു അവരുടെ ഡിഗ്രി വെച്ചിട്ട് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വെച്ച് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കറൻ്റ്ലി ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, മീൻസ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഡസൻ മാറ്റർ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് ടോണിയുടെ തോട്ട്സ്? അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഡസൻ മാറ്റർ എന്നുള്ളതല്ല, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരാൾക്കുള്ള സ്കില്ലിനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ കോളേജിൽ നിന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ലൈക്ക് ഓൾമോസ്റ്റ് പഠിത്തത്തിൻ്റെ അതൊക്കെ തീരുമാനമൊക്കെ ഇറങ്ങിയ ആളാണ്. ബട്ട് എനിക്കറിയാം എൻ്റെ ഒരു സെയിം പ്രായമുള്ള അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളെക്കാൾ സ്കില്ല് കൂടുതൽ, ഒരു ആവറേജ് ഒരാളെ എടുക്കുകയാണെങ്കിൽ എനിക്ക് സ്കില്ല് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. ആ സ്കില്ല് കൂടുതലുള്ള അവസരത്തിൽ മാത്രമേ ഇത് ബാധകമുള്ളൂ. ഇപ്പോൾ ഇതിന് സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് എന്താണ്, സുക്കർബർഗ് ഹാർവാർഡിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെയല്ല, സുക്കർബർഗ് ഹാർവാർഡിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തുകൊണ്ടല്ല അയാൾ ഇത് ചെയ്തത്. അയാൾ ഫേസ്ബുക്ക് ഉണ്ടാക്കി, അതിനുള്ള സ്കില്ല് ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ അവിടെ എത്തിപ്പെട്ടു. പക്ഷേ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ഒന്നും നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നില്ല. ആ ഒരു ഫോൾസ് നെറേറ്റീവ് റണ്ണിംഗ് ആണ് തോന്നുന്നു. ഡ്രോപ്പ് ഔട്ട് ചെയ്ത് രക്ഷപ്പെടുന്നില്ല. ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സ്കില്ലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനുള്ള പണിയെടുക്കുന്ന ആൾക്കാർ രക്ഷപ്പെടും, അല്ലാത്തവർ അവിടെ തന്നെ ഇരിക്കും. നമ്മുടെ മേജർ ആയിട്ടുള്ള ജോബ് പ്രൊവൈഡേഴ്സ്, ഇപ്പോൾ സർവീസസ് കമ്പനീസ്, MNCs, TCS ഓർ വിപ്രോ, അവർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ഈ ഒരു മാസ് ലെവൽ ഹയറിങ് നടത്തുന്നുള്ളത് കൊണ്ട് ഐ തിങ്ക് ദേ ഹാവ് ലൈക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇഫ് യു വാണ്ട് ടു ലൈക്ക് ലാൻഡ് എ ജോബ് ഇൻ ദർ, ഐ തിങ്ക് ദീസ് ആർ മസ്റ്റ്. ഓക്കെ. ഇനിയിപ്പോൾ സപ്പോസ് ലൈക്ക് ഒരു ഫ്രഷറിന് ഒരു അനലിസ്റ്റ് റോളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് ടോണിക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻട്രിയിൽ ഡേറ്റാ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിന് വരാറുണ്ട്. അപ്പോൾ ലൈക്ക് അവർക്ക് ഡേറ്റാ സയൻസിൻ്റെ ബേസിക് ഒക്കെ അറിയായിരിക്കും, പക്ഷേ ഡേറ്റാ സയൻസിൻ്റെ ബേസിക് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അവർക്ക് അറിയേണ്ടത് ഡേറ്റാ സയൻസ് അറിയണം, മാത്തമാറ്റിക്സ് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഒരു ഡേറ്റയിൽ നിന്നൊരു ഇൻസൈറ്റ് കിട്ടി, അത് ഫോൾസ് പോസിറ്റീവ് ആണോ, അത് സത്യത്തിലുള്ളതാണോ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ അതിന് പല രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് ഒരാൾക്ക് ഇരുത്തി പഠിപ്പിച്ചു തരാൻ വരുന്ന കാര്യമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കണം. ഇപ്പോൾ MIT ഓപ്പൺ കോഴ്സ് ഫെയർ അല്ലെങ്കിൽ അതുപോലുള്ള സോഴ്സുകളിൽ ഇതിൻ്റെയൊക്കെ കോഴ്സസ് കണ്ടൻറ്റ്, നല്ല സൂപ്പർ കണ്ടൻറ്റ് ലഭ്യമാണ്. ജസ്റ്റ് സമയം മെനക്കെടുത്തിരുന്ന് പഠിക്കണം. ഇതാണ് ഒന്ന്. രണ്ട്, നമുക്കൊരു ഡേറ്റ അനാലിസിസ് ചെയ്ത് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, ഇൻസൈറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിക്കേണ്ടി വരും. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് അവരെ ഡേറ്റ വെച്ച് കൺവിൻസ് ചെയ്യേണ്ടി വരും, അതിന് വിഷ്വലൈസേഷൻസ് ഉണ്ടാക്കേണ്ടി വരും, അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കേണ്ടി വരും. സോ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇതും നിങ്ങൾക്ക് ഒരാൾ പഠിപ്പിച്ചു തരാൻ പറ്റില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കോമ്പിനേഷൻസ് ഉള്ള ആൾക്കാരാണ് ബെസ്റ്റ് ഡേറ്റ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് അനലിസ്റ്റ് എന്ന് പറയാൻ പറ്റുക. നമുക്ക് ഈ കോഡിംഗ് ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെങ്ങനെയായിരിക്കണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അവർ മെയിൻലി വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഹൈ പേയിങ് ആണ്, ആ ഒരു മോട്ടിവേഷൻ വെച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പോൾ അതാണോ മോട്ടിവേഷൻ, അല്ല വേറെ എന്തെങ്കിലും മൈൻഡ് സെറ്റിലാണോ വരേണ്ടത്? ഇതിനെക്കുറിച്ച് എന്താണ് ടോണിയുടെ ഇൻസൈറ്റ്സ്? ഇപ്പോൾ പല ആൾക്കാർക്കും സാലറിയാണ് ഒരു ഇൻസ്പിറേഷൻ. പക്ഷേ നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ള, അതിലൊരു പാഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം കൂടി നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സാലറി മാത്രം മതി, പക്ഷേ എനിക്കിത് തീരെ മനസ്സിലാകുന്നില്ല, എനിക്കിത് ഭയങ്കര ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബേൺ ഔട്ട് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ട്രൈ ഇറ്റ് ഔട്ട്, ഇത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മേ ബി സ്വന്തമായിട്ടാണെങ്കിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ എഴുതി നോക്കുക, നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടോ, നിങ്ങൾക്കിത് നാച്ചുറലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക് ഇത് പറ്റുവാണോ ഇല്ലത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ യു ട്രൈ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു, ഞാനിത് രാജിവെച്ചിട്ട് ഇപ്പം ഞാൻ ഇറങ്ങി പ്രോഗ്രാമർ ആയിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബാഡ് സ്ട്രാറ്റജി. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സിവിൽ എഞ്ചിനീയറായിട്ട് ഇരിക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പറ്റുന്നുണ്ടോ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ലൈക്ക് ഓൺലൈനായിട്ട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ലൈക്ക് അടുത്ത ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ. അല്ലെങ്കിൽ മറ്റേ ജോലി രാജിവെച്ചിറങ്ങുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഒരു ഒരു മണ്ടത്തരമായിരിക്കും എന്നാണ് ഞാൻ പറയുക. ഓക്കെ യാ, അതിൻ്റെ അറൗണ്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ എനി വൺ ക്യാൻ ലേൺ കോഡിംഗ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻട്രിലത്തെ സ്റ്റുഡൻ്റ് എടുക്കുകയാണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ലൈക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പോലും നോൺ CS ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നല്ലൊരു ജോബ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ആഡ് ഓൺ പോയിന്റിൽ വെച്ചാൽ ദേ വർ റിയലി ലൈക്ക് കീൻ ടു ഡു ദിസ് എന്നുള്ളതാണ്. ഒരുപാട് എക്സ്ട്രാ പ്രൊജക്ട്സ് ചെയ്തിട്ട് അവരുടെ മറ്റേ ഗിറ്റപ്പ് പ്രൊഫൈലൊക്കെ നോക്കി ഒരുപാട് കമ്മിറ്റ്സ് ഒക്കെ ഉള്ളവരാണ്. അറ്റ് ദ സെയിം ടൈം CS പഠിച്ചിട്ട് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് CS ഒക്കെ പഠിച്ചവർക്ക് ജോബ്സ് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇതിൻ്റെ അറൗണ്ട് എന്താണ് ടോണിയുടെ വ്യൂസ്? ഇതിൽ ബേസിക്കലി നമ്മുടെ കമ്മിറ്റ്മെൻറ്റും നമ്മുടെ ഇൻട്രസ്റ്റുമാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിതിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും അതിൽ വർക്ക് ചെയ്യും, നമ്മൾ പുതിയ പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, നമ്മുടെ സ്കിൽ സെറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ക്യൂസായിട്ടിലൊരു എനിക്കറിയുന്നൊരു പെൺകുട്ടിയുണ്ട്, വർഷ എന്നാ പേര്. ഓക്കെ, സോ അവൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഫ്രീലാൻസിങ് ചെയ്യും. അവളുടെ ക്ലാസ്മേറ്റ്സും ഉണ്ട്, അവളും ഉണ്ട്. അവളും ഫ്രീലാൻസിങ്, അവളിപ്പോൾ ഫൈനൽ ഇയർ ആകുന്ന സമയത്തേക്ക് അവൾക്ക് മൾട്ടിപ്പിൾ ജോബ് ഓഫേഴ്സ് ഉണ്ട്. റൈറ്റ്, ഷി ഓൾസോ ബിൽറ്റ് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, സോ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ സഹപാഠിയായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. സോ വാട്ട്സ് എ ഡിഫറൻസ്? ഷീ ഹാഡ് ഇൻട്രസ്റ്റ്, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി വില്ലിങ് ആയി. ആ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ 5 വയസ്സുള്ള പിള്ളേർ ആപ്പ് ഉണ്ടാക്കുന്നു. അപ്പം ഇവിടെയുള്ള ആൾക്കാർ 5ാം ക്ലാസ് പഠിക്കാത്ത ആരാളുള്ള ഇവിടെ? എല്ലാവർക്കും 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണ് പലപ്പോഴും ഈ പ്രോഗ്രസ്സിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് മെയിൻ പോയിന്റ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ സെയിൽസ് റോളായിരിക്കാം, പക്ഷേ ഇവർ CS ഒക്കെ പഠിച്ചവർ അപ്ലൈ ചെയ്യാറുണ്ട്. അവിടെ മീൻസ് ഇൻട്രസ്റ്റ് ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഹാർഡ് ഹിറ്റിംഗ് ഫാക്ട് ഈസ് ലൈക്ക് ഇവർക്കൊരു ബേസിക് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഓൺ ലൈക്ക് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ അറിയാം. വാട്ട് ഈസ് ബ്രൗസർ എന്ന് അറിയാത്ത CS പഠിച്ച സ്റ്റുഡൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈക്ക് ഇത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ക്ലാസ് മീൻസ് ലൈക്ക് ഇതുപോലെ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ, ലൈക്ക് എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യണം, എങ്ങനെ ഇൻറ്റേൺഷിപ്പ് ലാൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ലൈക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോളേജുകൾക്കാണെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന തീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ, അതിൽ തന്നെ 90% ആൾക്കാർക്ക് GitHub യൂസ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ലൈക്ക് അവരുടെ AI ടൂൾസ് എന്ന് പറയുന്നത് ChatGPT, Gemini, DeepSeek ഇതിൽ തീർന്നു. ഓക്കെ, ഞാൻ അവിടെ ഒരു റീസെൻ്റ്ലി ഒരു കൈൻഡ് ഓഫ് സ്മോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയാണ്. അതായത് ഒരു 5 സ്റ്റുഡൻസിനെ നിർത്തിയിട്ട് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ അവർ പോസിറ്റീവായിട്ട് ആൻസർ ആണെങ്കിൽ അവർ മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് നടക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പുറകോട്ട് നടക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര പേർക്ക് GitHub ചെയ്യാന്ന് പറയുന്നതായിരുന്നു, സ്റ്റെപ്പ് പുറകോട്ട് പോയി. അതിനുശേഷം അവരോട് ചോദിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ പ്രൊജക്റ്റ് വിത്തൗട്ട് എനി വൺസ് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്, പുറകോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴത്തേക്കും ഇതിൽ മുട്ടി, വോളിൽ മുട്ടി, ഇനി പോകാൻ സ്ഥലമില്ല. സോ ഇതാണ് പ്രശ്നം. ഓക്കെ, അതൊരു ലൈക്ക് 5 സാമ്പിൾ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു സെയിം സംഭവം ഒരു 100 സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുടങ്ങിയിടത്ത് തന്നെയെങ്കിലും എത്തുന്നത്.
റൈറ്റ് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. റൈറ്റ് ഓക്കെ, അപ്പോൾ അവിടെയും ബേസിക്കലി ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. ബിക്കോസ് ലൈക്ക് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണോ? ഓക്കെ, നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെന്റിവൈസ് ചെയ്യുന്നത് ഇവിടെ മാർക്കിനാണ്, അല്ലാതെ ലൈക്ക് റിസൾട്ടിനല്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കേസുണ്ട്. ഇപ്പോൾ നമ്മൾ ലാബിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ലാബിൽ പഠിക്കുന്ന സമയത്തേക്ക് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ ലൈക്ക് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്താൽ പോരാ, സാർമാർ പറയുന്ന അതേ പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുത്താലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ അവിടെ അവർ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ കാണാപ്പാടം പഠിക്കുന്നുള്ളതിനാണ്. സോ ലൈക്ക് നമ്മളുടെ ഇവിടുത്തെ ഇത് മാറണമെങ്കിൽ ചെയ്യേണ്ട സംഭവം ഒന്ന് അക്കാഡമിക് പ്രോജക്ട്സ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഡിഗ്രിക്കൊക്കെ ഉള്ള അക്കാഡമിക് പ്രോജക്ട്സ് ഇപ്പോൾ പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു പ്രവണതയുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. കുട്ടികൾ സ്വന്തമായിട്ട് ഇരുന്ന് തന്നെ പഠിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. ഇത് മസ്റ്റാക്കണം. ഇൻറ്റേൺഷിപ്സ് മസ്റ്റാക്കണം. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ കുട്ടികൾക്ക് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലത്തെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുള്ള ചെറിയ സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഗവൺമെൻറ്റിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യുബേറ്റ് ചെയ്ത 6000-ലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. അവരിൽ പല ആൾക്കാരും റിസോഴ്സിനെ ഹയർ ചെയ്യാൻ കാശിലിട്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റുഡൻസിന് പോയിട്ട് വേണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. സോ ദേ ആർ ഡയറക്റ്റ്ലി ലേണിംഗ് ഫ്രം ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ ഗെയിനിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ തീർച്ചയായിട്ടും ഉണ്ട്. ആ സിസ്റ്റത്തിന് നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കുറച്ച് ഗൈഡൻസ് കൊടുക്കാമെന്നേ ഉള്ളൂ ഇതിനകത്ത്. എനിക്കതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത് സിസ്റ്റം ഒബ്വിയസ്ലി ലൈക്ക് നീഡ്സ് എ റീവാമ്പ് എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു അവർ കറൻറ്റ് സ്റ്റുഡൻസ് ഓർ ലേണേഴ്സ് സിസ്റ്റത്തിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കാതെ ലൈക്ക് ദേ ഹാവ് ടു ബി ലൈക്ക് പ്രൊആക്റ്റീവ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റില്ല, മാറാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. അത്രേ ഉള്ളൂ. റൈറ്റ്. ഇപ്പം വൺ പീസ് ഓഫ് അഡ്വൈസ് ലൈക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്, ബട്ട് ഇന്ന നട്ട്ഷെല്ലാക്കിയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഇഫ് യു ആർ ലേണിംഗ് ടു സ്റ്റാർട്ട് പ്രോഗ്രാമിംഗ്, സ്റ്റാർട്ട് ഫ്രം സംതിങ് ബേസിക്. ആദ്യം പൈത്തണിലേക്ക് പോകാതെ സിയോ C++ഓ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുക. അതിൽ പഠിച്ചതിന് ശേഷം പൈത്തണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈ പൈത്തൺ, അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും. പിന്നെ 2 ലൈക്ക് ലാംഗ്വേജ് അഗ്നോസ്റ്റ് ആവുക. നിങ്ങൾ പൈത്തൺ ഡെവലപ്പറിനോ അല്ലെങ്കിൽ ജാവ ഡെവലപ്പറിനോ അറിയാതെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന് ഉള്ള ഇതിൽ പഠിക്കുക. നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അതിന് പറ്റുന്നൊരു സാധനം സെലക്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. 3, നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് കോഡിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അൽഗോരിതമിക് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ ഹാക്കത്തോൺസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളാബറേഷൻസ് അങ്ങനത്തെ ഒക്കെ ഇമ്പ്രൂവ് ആവും. സോ ട്രൈ ടു ഇമ്പ്രൂവ് സ്കിൽസ്. ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ്. നിങ്ങൾ എപ്പോഴും നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു പൈത്തൺ ഡെവലപ്പർ ആണെങ്കിൽ കൊച്ചി പൈത്തൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ എൻഗേജ് ആവുക. ടിങ്കർ ഹബ് ഉണ്ട്. ഇപ്പോൾ മല്ലു പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ആൾക്കാരുടെയൊക്കെ കമ്പനികളിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും അവർ നിങ്ങളോട് പറയും, ഇപ്പോൾ എന്താണ് അതാ ഇവിടെ എനിക്കറിയുന്നൊരു പയ്യനുണ്ട്, അവൻ ആൾ കൊള്ളാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഡയറക്റ്റ് റെഫറൻസ് കിട്ടും. സോ നേരത്തെ പറഞ്ഞല്ലേ ബെസ്റ്റ് ജോബ്സ് ആർ നെവർ അഡ്വർടൈസ്ഡ്, അങ്ങനെ കിട്ടും. പിന്നെയുള്ളത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വർഷ എന്നുള്ള കുട്ടിയുടെ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരുപാട് ഫ്രീലാൻസിങ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി സിമ്പിൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ്. ഓർ ട്രൈ ഗെറ്റിംഗ് ഇൻറ്റേൺഷിപ്സ്, റൈറ്റ്. സോ എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഒരു 1.5 years ആയിട്ട് ഒരു ഇൻറ്റേണായിട്ട് ഒരു പയ്യനുണ്ട്. അവൻ എഞ്ചിനീയറിംഗ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. 1.5 years ആയി. അപ്പോൾ അവന് ഒരു ടാസ്ക് കൊടുക്കുക, അവൻ്റെ സമയത്തിന് തരും. ലൈക്ക് ഒരു ടൈം ബൗണ്ട് ഒന്നുമില്ല, അവന് കൊടുക്കുക, അവനത് ചെയ്തു തരും. അതിന് നമ്മൾ അത്രയും പേയ്മെൻറ്റ് കൊടുക്കും, ആ ഒരു രീതിയിൽ. സോ ഹീസ് ഏർണിംഗ്, ഹീസ് ഗെയിനിങ് എക്സ്പീരിയൻസ് ആൻഡ് ഹീസ് ബീങ് മെൻറ്റേർഡ് ബൈ മീ. ഓക്കെ. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് നമുക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. സോ യു ഷുഡ് ബി ഏബിൾ ടു മാനേജ് ദ ടൈം. യെസ്, ടൈമൊക്കെ ഉണ്ട്, നമ്മളത് അതിനുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മതിയെന്നേ ഉള്ളൂ. ഞാനീ പറഞ്ഞ ലൈക്ക് എൻ്റെ ഇതിൽ വർക്ക് ചെയ്ത ഇൻറ്റേൺസിൽ പലരും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ അവർ ഇതിനെല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സാം ടൈമിൽ ബ്രേക്ക് വേണ്ടി വരും, ആ ഒരു ബ്രേക്ക് നമ്മൾ കൊടുക്കും, ബാക്കിയുള്ള ടൈം അവർക്ക് വർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റിസൾട്ട് ഡ്രിവൺ. അതായത്
നമ്മൾ ടാസ്ക് ഡ്രിവൺ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. പക്ഷെ റിസൾട്ട് ഡ്രിവൺ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഫൈൻഡ് ടൈം. Yeah. പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അക്കാഡമിക് ആൻഡ് ഇൻഡസ്ട്രി സ്കിൽ ഇത് ഗ്യാപ്പ് എന്നുള്ളത്. അവിടെ ഒരുപാട് ജോബുണ്ട്, ഫില്ലാവുന്നില്ല. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പലർക്കും ജോബ് കിട്ടുന്നില്ല. പലരും വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ജോബ് ഫില്ലാവുന്നില്ല എന്നാണ്, സ്കിൽ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ വെറുതെ ഒരാൾക്ക് മീൻസ് ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് ജോബ് കൊടുക്കില്ലല്ലോ. ലൈക്ക് അതിന് ആ സ്കിൽസ് തന്നെ, ഇല്ലെങ്കിൽ കമ്പനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, വിച്ച് മൈറ്റ് നോട്ട് മേക്ക് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഫോർ ദം, റൈറ്റ്? സോ അത് പല സ്ഥലത്തും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു 2 ഇൻറ്റേൺസിൽ എടുക്കുന്നത്, നിങ്ങൾക്ക് ഒരു 10 ഇൻറ്റേൺസിൽ എടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് എത്ര നിങ്ങൾക്ക് സഹായിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ പലപ്പോഴും ഈ കമ്പനികൾ ഇൻറ്റേൺഷിപ്സ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഇൻവോൾവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റീസൺസ് ആണ്. അതായത് ഫിനാൻഷ്യൽ ആൻഡ് ഐ തിങ്ക് അവരെ മെൻറ്റർ ചെയ്യേണ്ട ഒരു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 പേര് എടുത്തെന്ന് വിചാരിക്കാം. ഇവരെ മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സീനിയർ റിസോഴ്സസ് വേണ്ടി വരും. ഈ 2 സീനിയർ റിസോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എടുക്കുന്നത് മേ ബി $30 അല്ലെങ്കിൽ $40 ബില്ല് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവരൊരാഴ്ചയിൽ എത്ര അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി മറന്നു കളയണം ഈ ഇത്ര ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് സംഭവം. എന്നാൽ ഇതിനകത്ത് ട്രെയിനിങ്ങിൻ്റെ അകത്ത് അവർക്ക് ഉള്ള റിസോഴ്സിനെ കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. സോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ കമ്പനികൾ പലപ്പോഴും ഇൻറ്റേൺഷിപ്പ് കൊടുക്കാത്തതിൻ്റെ. അതിൻ്റെ ഓവർ ഹെഡ് എക്സ്പെൻസസും അത് റൺ ചെയ്യുന്നതിൻ്റെ തലവേദനയൊക്കെയാണ് പ്രധാന ഒരു സംഭവം. ബട്ട് സ്റ്റിൽ ചില കമ്പനികൾക്ക് അത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിൻ്റെ ചില ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു റീസൺ കൊണ്ടാണ് പല കമ്പനികളും കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്യാപിറ്റലൈസ് ചെയ്യുക, അതേ പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും ഈ നോൺ ഐ ടിന്ന് ഐ ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇൻറ്റേൺഷിപ്പ് ലാൻഡ് ചെയ്യാം, അങ്ങനെ ഫസ്റ്റ് ജോബ് ലാൻഡ് ചെയ്യാം, അതേപോലെ മിസ്റ്റേക്സ് എന്തൊക്കെ കോമൺ മിസ്റ്റേക്സാണ് വരുത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഐ ഹോപ്പ് ലൈക്ക് അവർ ലേണേഴ്സ് have got like something from this podcast. So thanks Tony, thanks for this taking time.